നമസ്കാരം. എജ്യൂത്രസിന്റെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് സീരീസിലെ 28ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എജ്യൂത്രസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ചാനലിലുള്ള പ്ലേലിസ്റ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട്, അതെല്ലാം കാണാൻ മറക്കണ്ട. നോട്ട് തയ്യാറാക്കുക. അതുപോലെ ദിവസവും ഫ്രീ ആയി ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ ദിവസവും രാവിലെ 7:30 ഉണ്ടാവും. അതുകൂടാതെ മറ്റ് സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകളുണ്ട്. എല്ലാ പരീക്ഷകൾക്കും അനുസൃതമായി സിലബസ് ഓറിയന്റഡായി തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. ഇപ്പോൾ അൺഅക്കാഡമി പ്ലസിൽ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫർ ഉണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, മാർച്ച് 16-ാം തീയതി 12 മണിക്ക് മുമ്പ് നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്തുക. അഡീഷണലായി 20% ഡിസ്കൗണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനായി നിങ്ങൾ ഉപയോഗിക്കേണ്ട കോഡ് EDUTHRUST10 എന്നുള്ള കോഡാണ്. EDUTHRUST10. KS കാറ്റഗറിയിലുള്ള സബ്സ്ക്രിപ്ഷനാണ് ഈ ഒരു ഓഫർ ഉള്ളത്. KS പരീക്ഷകൾക്ക് കംപ്ലീറ്റ് ആയും പ്രിലിമിനറിയും മെയിൻസും എല്ലാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ ഉതകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ അൺഅക്കാഡമിയിൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓഫർ പ്രയോജനപ്പെടുത്തുക. ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, a match made in heaven means a marriage that is solemnized formally, a marriage that is unsuccessful, a marriage that is likely to be happy, a marriage of convenience. A marriage that is likely to be happy. A match made in heaven means heaven എന്നാണ് അല്ലേ? അപ്പോൾ ഹാപ്പി, നല്ല ഒരു ദാമ്പത്യം എന്നുള്ള അർത്ഥമാണ്. One for the road is an idiomatic expression which means conscious walking, no longer able to drive, a final drink before leaving, a packet to eat on the way. One for the road എന്ന് പറയുന്നത് ഫൈനൽ ഡ്രിങ്ക് ബിഫോർ ലീവിങ്. ഓരോ ഡ്രിങ്ക് എടുക്കുമ്പോഴും ഓരോരുത്തർക്കായി ഓഫർ ചെയ്യുന്നത് പോലെ അവസാനത്തേത് റോഡിന് എന്ന് പറയുമ്പോൾ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റിലത്തെ ഒരു ഡ്രിങ്ക് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഫൈനൽ ഡ്രിങ്ക് ബിഫോർ ലീവിങ്. The idiom meet someone halfway means to congratulate, to convey, to compromise, to consider. ഉത്തരം to compromise ആണ്. അതായത് meet someone halfway എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാളോട് ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞു, പിന്നെ ആലോചിച്ചോ, ശരി അവൻ ഇവിടെ വരെ നടക്കുന്നത് മോശമല്ലേ, അത്ര നടത്തിക്കണ്ട, എന്നാ പകുതി ദൂരം ഞാൻ പോവാം. അപ്പൊ പകുതി ദൂരം അവൻ വരുന്നു, പകുതി ദൂരം ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. അപ്പൊ കോംപ്രമൈസ് ആണ് അവിടെ എത്തുന്നത്, രണ്ടുപേർക്കും ഈക്വൽ ആവുകയാണ്. Select the most appropriate meaning of the given idiom. The bee's knees. Observant, foolish, problematic, extraordinary. ഉത്തരം extraordinary. Bee's knees എന്നാൽ extraordinary. Select the most appropriate meaning of the given idiom. To throw a fit. Express extreme anger, faint and fall down, caution someone about fitness, become unconscious. ഉത്തരം express extreme anger. To throw a fit, പൊട്ടിത്തെറിക്കുക, ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുക എന്നുള്ള അർത്ഥം. Clouded brow means a face showing love, a face showing worry, a face showing hatred, a face showing happiness. ഉത്തരം a face showing worry. ആകെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്ന ക്ലൗഡഡ് ബ്രോ എന്തായിരിക്കും? വറിയാണ്. The idiom bite the bullet means invite trouble, accept the inevitable, to start a war, to fail. ഉത്തരം accept the inevitable ആണ്. എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്നൊരവസ്ഥ വരുന്നു, ആ ചെയ്യുന്നതിനെയാണ് അക്സെപ്റ്റ് ചെയ്തു, നീ ചെയ്തേ പറ്റൂ, എന്നാ ചെയ്തേക്കാം, വരുന്നത് വരട്ടെ. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ബൈറ്റ് ദി ബുള്ളറ്റ്. ബുള്ളറ്റ് ബൈറ്റ് ചെയ്തേ പറ്റൂ, കടിച്ചേ പറ്റൂ, എന്നാ കടിക്കാം, അല്ലെ വേറെ നിവൃത്തിയില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ള അർത്ഥത്തില്. On the ball means alert, undecided, running fast, dumb.
ഉത്തരം അലേർട്ട്, ഓൺ ദി ബോൾ. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവർക്കൊക്കെ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആള് ബോളിനൊപ്പമാണ്, അല്ലെ ബോളിലാണ് ആളുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ആൾ അത്രയ്ക്ക് അലേർട്ടാണ്. പ്രത്യേകിച്ച് ഒരു ഡിഫൻഡർ ഒക്കെ സംബന്ധിച്ച് ഹീസ് ഓൺ ദ ബോൾ, ഹീസ് ലുക്കിംഗ് ഓൺ ദ ബോൾ, അല്ലെങ്കിൽ ഹീസ് അതിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അലേർട്ടാണ്, എപ്പോഴും അലേർട്ടാണ്. I am feeling a bit under the weather. Here the underlined idiom means feeling suspicious, feeling sad, feeling unwell, feeling confused. Under the weather means feeling unwell. ഇപ്പോൾ മഴ നനഞ്ഞ് കോൾഡ് പിടിക്കുക, അല്ലെങ്കിൽ കാലാവസ്ഥ മൂലം അസുഖം വരിക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അണ്ടർ ദ വെതർ എന്നാൽ വെതറിന് കീഴ്പ്പെടുക എന്നോർത്താൽ മതി. അതായത് കാലാവസ്ഥയ്ക്ക് കീഴ്പ്പെടുക, അങ്ങനെ അസുഖം പിടിക്കുക, ഫീലിംഗ് അൺവെൽ. The best of both worlds, a difficult situation between good and the bad, an ideal situation, none of the above. ഉത്തരം an ideal situation, a best of both worlds. both worlds എന്ന് ഉദ്ദേശിക്കുന്നത് നല്ലതും ചീത്തയും, നരകവും സ്വർഗവും. ഇപ്പൊ രണ്ട് ലോകത്തിനും അംഗീകരിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? അപ്പൊ ആ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസിലെ 28ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ സീരീസ് അവസാനിക്കുന്നില്ല, കുറേയേറെ ഇഡിയംസ് ആൻഡ് ഫ്രേസ് നമുക്ക് നോക്കാനുണ്ട്. ഇതെല്ലാം വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളവയാണ്, പലതും റാങ്ക് മേക്കിംഗുമായി മാറാൻ സാധ്യതയുള്ളവയാണ്. അപ്പോൾ ഈ സീരീസ് കംപ്ലീറ്റ് കാണാൻ മറക്കണ്ട. അതുപോലെ ഈ ചാനലിലുള്ള മറ്റ് ക്ലാസ്സുകളും കാണുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കമന്റായി താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾക്കെല്ലാം സൗജന്യമായി ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങൾക്ക് സൗജന്യമായി ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. എല്ലാ ദിവസവും ഫ്രീ ലൈവ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.